ഈ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോൾ ഞാൻ ബാങ്കിൻ്റെ കൗണ്ടറിൽ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ ടെല്ലറുടെ മുമ്പിൽ ഒരുപാട് പേര് എനിക്ക് നിൽക്കുന്നത് വിവിധ രാജ്യക്കാരിൽ നിന്നുള്ള ആൾക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, അവരെല്ലാം വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് ക്യൂരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ അവിടുന്ന് ഒരു വിഡ്രോവൽ സ്ലിപ്പിൽ 1000 ദിർഹം എഴുതിയിട്ട് ആ സ്ലിപ്പ് കൗണ്ടറിലിരിക്കുന്ന ആളുടെ കൊടുത്തു. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന ലേഡി പറഞ്ഞു, സോറി, ഇത് ഞങ്ങൾക്കിവിടെ തരാൻ പറ്റില്ല, ഇത്ര ചെറിയ തുകയാണ് താങ്കൾക്ക് ആവശ്യമെങ്കിൽ താങ്കൾ ATM കാർഡ് ഉപയോഗിച്ച് പുറത്ത് ATM മെഷീൻ ഉണ്ട്, അതിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. വളരെ എളിമയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ATM കാർഡ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യത്തിനോട് വന്നത്, എനിക്കിത് തരണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് ലേഡി പറഞ്ഞത്, ഞങ്ങൾക്ക് തരാനായിട്ട് പ്രൊവിഷൻ ഇല്ല, ഞങ്ങൾ വലിയ തുക മാത്രമേ ഈ കൗണ്ടറിൽ നിന്ന് കൊടുക്കുള്ളൂ, ചെറിയ തുക നിങ്ങൾ വീട്ടിൽ പോയി കാർഡ് എടുത്തുകൊണ്ട് വന്ന് ATM-ൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും എനിക്ക് തിരികെ തന്നേക്കൂ, ഒരു വിഡ്രോവൽ സ്ലിപ്പ് തരൂ, ഞാൻ എൻ്റെ തുക എഴുതിത്തരാമെന്ന് പറഞ്ഞു. അവരുടനെ എൻ്റെ വിഡ്രോവൽ സ്ലിപ്പ് പുതിയത് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഉള്ള മുഴുവൻ തുകയ്ക്കുള്ള ചെക്ക് അദ്ദേഹം എഴുതി കൗണ്ടറിലേക്ക് ഏൽപ്പിച്ചു. 5 മില്യൺ ദിർഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഉടനെ കൗണ്ടറിൽ നിന്ന് സ്ത്രീ പറഞ്ഞു, 5 മില്യൺ ദിർഹം എനിക്ക് ഈ കൗണ്ടറിൽ തരാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അത്രയും വലിയ തുകയും ഈ കൗണ്ടറിൽ നിന്ന് തരുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് തരാവുന്ന മാക്സിമം 20,000 ദിർഹമാണ്. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അടുത്ത വിഡ്രോവൽ സ്ലിപ്പ് എടുത്ത് 20,000 ദിർഹത്തിൻ്റെ ഒരു വിഡ്രോവൽ സ്ലിപ്പ് എഴുതുകയും അതിൽ നിന്ന് 1000 ദിർഹം എടുത്ത് പോക്കറ്റിട്ടിട്ട് തിരിച്ച് 19,000 ദിർഹം അവിടെ റീഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ നമുക്ക് റൂൾസും റെഗുലേഷൻസും സിസ്റ്റംസും പ്രോസസ്സും എല്ലാം പറയാമെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സ് ഹാപ്പി ആവുക എന്നുള്ളിടത്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളിടത്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിലൈറ്റഡ് ആവുക എന്നുള്ളിടത്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജയം. അപ്പോൾ നിയമങ്ങളും റൂൾസും ചട്ടങ്ങളും എല്ലാം പലപ്പോഴും മാറ്റി എഴുതപ്പെടേണ്ടവയാണ് എന്ന് തെളിയിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ഒരു നിയമം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു റൂള് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അത് കസ്റ്റമർ എന്ന് പറയുന്ന സിസ്റ്റമാണ്, കസ്റ്റമർ എന്ന് പറയുന്ന പ്രോസസ്സാണ്, കസ്റ്റമർ എന്ന് പറയുന്ന നിയമമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിയമം വഴിയും നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഡിലൈറ്റ്നെസ് എത്തിക്കാൻ സാധിക്കില്ല.